ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു 85% ആൾക്കാർക്കും അറിയാവുന്ന ഒരു കിഡിലം RBFC ആണ്. കിഡിലം NBFC സർവീസാണ്. അതായത് ഏകദേശം 650 സിബിൽ സ്കോർ, 600 താഴെയും ഒരു മീൻസ് ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആവറേജ് 650 മുകളിൽ സിബിൽ സ്കോർ ഉള്ളവർക്ക് വളരെ ക്ലിയർ ആയിട്ട്, അതായത് ഒരു തടസ്സവുമില്ലാതെ പേഴ്സണൽ ലോൺ കൊടുക്കുന്ന കിഡിലം ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ആപ്ലിക്കേഷൻ്റെ പേരും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. അതിനു മുമ്പ് തീർച്ചയായിട്ടും ഒരു ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്നും നമുക്ക് എല്ലാവർക്കും ഏകദേശം നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഏകദേശം 10 കോടിയോളം രൂപ അവർ ലോൺ കൊടുത്തിട്ടുണ്ട്. അത് സിബിൽ കുറഞ്ഞവർക്കും അല്ലെങ്കിൽ സിബിൽ ഉള്ളവർക്കും സാലറി ഉള്ളവർക്കും സാലറി ഇല്ലാത്തവർക്കും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അവർ ലോൺ കൊടുത്തിട്ടുണ്ട്. മറ്റ് NBFCകളെയും മറ്റ് ലോൺ ആപ്പുകളെയും അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സുതാര്യമായിട്ടാണ് ലോൺ തരുന്നത്. ഏകദേശം സാലറി ഇല്ലാത്തവർക്ക് 1 ലക്ഷം രൂപ വരെ ലോൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും പ്രൂഫും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ അടയ്ക്കാതിരിക്കുന്നുണ്ട്. അതായത് ചെറിയൊരു ഉദാഹരണം പറയുന്ന പോലെ ഈ ഒരു പൂച്ച പാല് കട്ടുകുടിക്കുന്നത് ആരും കാണുന്നില്ല എന്നാണ് അതിൻ്റെ വിചാരം. പക്ഷേ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും അവരുടെ പക്കലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അവരുടെ കളക്ഷൻ ഏജൻസി വരാൻ പോവുകയാണ്. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു 1 വീക്കിന് മുമ്പ് അവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കളക്ഷൻ ഏജൻസി എവിടെ നമുക്ക് കേരളത്തിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും കാലിക്കറ്റും അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോൺ പെൻഡിങ് ഉള്ളവരുടെ വീട്ടിലെല്ലാവരും അവർ വരുമെന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ ലീഗലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലോൺ ലീഗൽ അല്ലെങ്കിൽ ഇപ്പോൾ ലീഗലായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ട് അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണ് പ്രശ്നം. നിങ്ങളുടെ സിബിൽ ഇഷ്യൂ ആകും. പിന്നെ നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറയുന്ന പോലെ ഫ്യൂച്ചറിൽ 1 രൂപ പോലും ലോൺ കിട്ടില്ല. ഓക്കെ, നമ്മൾ ഇനിയുള്ള സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ലോണിന് ഫ്യൂച്ചറിൽ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഇഷ്യൂ ഇല്ല, കുഴപ്പമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ലോൺ നിങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ അനുഭവം നിങ്ങൾ അറിയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ലോൺ വേണം. അതായത് ഇപ്പോൾ 50 ലക്ഷം 60 ലക്ഷം രൂപ നമുക്കിപ്പോൾ 50,000 രൂപ സാലറി കിട്ടുന്ന ആൾക്കാർക്ക് പോലും ഇത്രയും ഒരുമിച്ച് എടുക്കാൻ കാണില്ല. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി ആണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ലോൺ എടുക്കാൻ ചില സമയത്ത് സിബിലിൻ്റെ ഇഷ്യൂ പറഞ്ഞു, ഞാൻ ഇന്ന ആപ്പിൽ നിന്ന് ഇത്ര രൂപ ലോൺ എടുത്തു, അതുകൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മാരേജ് അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ അവരുടെ ആ ഒരു മാനസിക സ്ഥിതി വെച്ച് അവർ പറയുന്നത് ഓക്കെ, 10,000 രൂപയിൽ ഇനി അടയ്ക്കുന്നില്ല, ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ലോൺ വേണ്ട. പക്ഷേ ഇങ്ങനെ പറയുന്നവരാണ് ആദ്യം ക്യാഷ് ചോദിക്കും, ലോൺ ആവശ്യവുമായിട്ട് ഓരോ ബാങ്കിലും കയറി ഇറങ്ങുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ കറക്റ്റ് അടച്ചു പോവുക. പറ്റുന്നില്ല, നിങ്ങൾ വെറുതെ ഒരു ഫാൻറ്റസിക്ക് വേണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ലോൺ എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞു വരുന്നത് ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയാനല്ല ഞാൻ ഇപ്പോൾ വന്നത്. നിങ്ങൾ ഈ ഒരു ലോൺ പെൻഡിങ് വരുത്തിയ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 10 കോടിയോളം രൂപ ഈ ഒരു ആപ്പിൽ നിന്ന്, ഈ ഒരു ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കുമായിട്ട്. അപ്പോൾ കുറച്ച് പേരുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒരുപാട് പ്രൈവസിക്ക് കിടക്കുന്നില്ല, അവരുടെ ഇൻഫർമേഷൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നോക്കൂ, ടിജോ ജോയി എന്ന ഒരു കസ്റ്റമർ ഏകദേശം 13,300 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്യൂ ആണ്. താഴോട്ട് നോക്കുകയാണെങ്കിൽ പെനാൽറ്റി എമൗണ്ട് കാണാം 170 രൂപ, അത് ഡ്യൂ ആണ്. പിന്നെ 6,725 രൂപയും ഡ്യൂ ആണ്. അടുത്ത കസ്റ്റമർ അടയ്ക്കാനുള്ളത് 5,975 രൂപയാണ്. അതിലും ഡ്യൂ വന്നിട്ടുണ്ട്. 2,266 രൂപ അവർ ഓവർ ഡ്യൂ വരുത്തിയിട്ടുണ്ട്. ഇനി ഡ്യൂ എമൗണ്ട് ഉൾപ്പെടെ അവർക്ക് അടയ്ക്കാനുള്ളത് 2,218 രൂപയൊക്കെ ഡ്യൂ എമൗണ്ട് വന്നിട്ടുണ്ട്. 48 രൂപ പെനാൽറ്റി എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത കസ്റ്റമറാണ് ആനന്ദ് എന്നൊരു കസ്റ്റമറുണ്ട്. അദ്ദേഹത്തിന് 15,437 രൂപ ലോൺ കൊടുത്തിട്ടുണ്ട്. ഡ്യൂ എമൗണ്ട്, പെനാൽറ്റി എമൗണ്ട് അവർ ഇട്ടിരിക്കുന്നത് 637 രൂപയാണ്. ഇതിന് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഏതൊരു സമയത്തായാലും ഇത് അടച്ചാലേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ അവർ ലീഗൽ നടപടികൾ ഉണ്ടാകും, ഉറപ്പാണ്. അടുത്തതായി സജിത സന്തോഷ് എന്ന കസ്റ്റമറാണ്. അവർ 12,361 രൂപ ലോൺ എടുത്തു. അവർക്കും ഡ്യൂ ആണ്. പെനാൽറ്റി എമൗണ്ട് 490 രൂപ. ഒരുപാട് നാളായിട്ട് അടയ്ക്കാതിരിക്കുകയാണ്. ഫെബ്രുവരി 7-ാം തീയതി മുതൽ അവർക്ക് ഡ്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാറായി. അപ്പോൾ ഇവരൊന്ന് ശ്രദ്ധിക്കുക, ലോൺ അടയ്ക്കുക. നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ വളരെ ഇഷ്യൂ ഉണ്ടാക്കും.
അടുത്തതായി എൽദോ മാത്യു എന്നൊരു കസ്റ്റമറാണ്. 10,212 രൂപയുണ്ട്. അതും ഓവർ ഡ്യൂ ആണ്. അതായത് ഏകദേശം 130 രൂപ പെനാൽറ്റി എമൗണ്ട് അടച്ചിട്ടുണ്ട്. സിബിൽ ലെവൽ ഏകദേശം വിട്ട് കാണും. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്ത് നോക്കുക. വെറുതെ നമ്മൾ ഈ ഒരു കുട്ടികളെപ്പോലെ പെരുമാറരുത്. ലോൺ എടുത്തതിന് ശേഷം നിങ്ങളത് അടയ്ക്കുക, തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും അടയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഇഷ്യൂ ഉണ്ടാകും. അടുത്തൊരു കസ്റ്റമർ 16,381 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അവർക്കും 1,487 രൂപ പെനാൽറ്റി എമൗണ്ടാണ്. ജനുവരി 7 മുതൽ അവർ ഓവർ ഡ്യൂ ആണ്. ഓക്കെ, അത് മാക്സിമം അടയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഡ്യൂ എമൗണ്ട് ഇനിയും കയറി വരും. അവർ ലീഗൽ മീൻസ് ഈ ഒരു ലെറ്റർ അയക്കും. പിന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കോൾ വരും, അവർ അവിടെയായിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ അത് കാരണം ഇവർ ഫ്രീ ആയിട്ട് ആർക്കും ക്യാഷ് കൊടുക്കാനല്ലോ ഈ ഒരു ലോൺ നടത്തുന്നവർ. പ്രത്യേകിച്ചും ട്രൂ ബാലൻസ് ആണ്, നല്ലൊരു ആപ്പാണ്. അവർ നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആർക്കെങ്കിലും 1 രൂപ വെറുതെ കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അവർ കൊടുക്കുന്നെങ്കിൽ ആ ഒരു ക്യാഷ് അവർക്ക് മേടിക്കാനും അറിയാം. അതുകൊണ്ടാണ് അവർ ആ ഒരു ലോൺ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളാരും അവരൊന്നും ചെയ്യില്ല, നമുക്കിത് എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഞാനത് നിങ്ങളെ വിരട്ടുന്നതോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതോ അല്ല കേട്ടോ. ഇത് ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ഇഷ്യൂ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇത് എടുത്തിട്ട് എന്താ പറയുന്നത്, മൊബൈലും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് വെറുതെ ഇരിക്കുന്നുണ്ട്. ഇത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്താലും വേറൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു പെനാൽറ്റി നിങ്ങൾ ഓരോ ദിവസവും പെനാൽറ്റി കൂടും. ഈ 1 മാസമൊക്കെ കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു പെനാൽറ്റി ഇടും. അത് നിങ്ങൾ ഏത് നിമിഷവും അല്ലെങ്കിൽ ഏത് സമയത്തായാലും അത് അടച്ചാലേ പറ്റുകയുള്ളൂ. ദയവ് ചെയ്ത് അടയ്ക്കുക. അടുത്തൊരു കസ്റ്റമർ എ ജോസ് 907 രൂപയുണ്ട്. അദ്ദേഹത്തിന് 714 രൂപ പെനാൽറ്റി എമൗണ്ട് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് നാളായിട്ട് അടയ്ക്കാതിരിക്കുന്നതാണ് ഈ ഒരു പെനാൽറ്റി എമൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഒന്ന് നോക്കുക. ഞാൻ ഒരുപാട് പേരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ ഇത്രയും സമയം അധികമാവുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും കാണിക്കാൻ പറ്റില്ല. ഇതൊന്ന് 1 കോടിയോളം തന്നെ ഇതിൽ അടയ്ക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്ന് കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് എന്താ പറയുന്നത്, നമ്മുടെ പ്രൈവസിക്ക് എതിരക്കാത്തതാണ്. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ ഈ നിങ്ങൾക്കിപ്പോൾ അടയ്ക്കാൻ മീൻസ് നിങ്ങൾക്കിപ്പോൾ മുഴുവൻ തുക അടയ്ക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റീപേ ഫ്ലെക്സ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 300 വെച്ചോ 1000 വെച്ചോ 1500 വെച്ചോ അടയ്ക്കാൻ. നിങ്ങൾക്ക് 300 വെച്ച് അടച്ചാലും ഒരു 10 ദിവസം കഴിയുമ്പോൾ ആ ലോണ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എല്ലാവരും അത് ക്ലിയർ ചെയ്യുക. കാരണം നമുക്ക് ഇതിൽ നിന്നൊക്കെ എടുത്ത് സിവിൽ ഇല്ലാത്തവർക്ക് അറിയാമല്ലോ, ഒരുപാട് സിവിൽ ഇല്ലാത്തവർ ഈ ട്രൂ ബാലൻസിൽ നിന്ന് ലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ മീൻസ് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം പല ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാർ ഈ ട്രൂ ബാലൻസ് നിന്ന് ലോൺ എടുത്ത് അടയ്ക്കാതിരുന്നാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഒരാളല്ല, ഒരു ദിവസം ഒരു 15 കോൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ട്രൂ ബാലൻസ് RBI, നിങ്ങളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അവരെങ്ങനെയാണ് നിങ്ങൾക്ക് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെയാണ് ട്രൂ ബാലൻസും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.